ഹലോ എടാ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുണ്ടായിരുന്നോ? ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്താടാ? അല്ല, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ടായിരുന്നോ? മിസ് തന്നതാണോ? അത് മിസ് തന്നിട്ടുണ്ടായിരുന്നോ? മിസ് തന്നിട്ടുണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്, മോർച്ചറി സർവീസസ്. ഓക്കെ അപ്പൊ മോർച്ചറി സർവീസസ് അല്ലെ? മോർച്ചറി എന്ന് പറയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോർച്ചറി ഹോസ്പിറ്റൽസില് നമ്മൾ മോർച്ചറീസ് കണ്ടിട്ടുണ്ടോ? മോർച്ചറിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ നമ്മൾ ആ ബോർഡും കാര്യങ്ങളോ അല്ലെങ്കിൽ മോർച്ചറിയിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ ആ മോർച്ചറി, ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി എങ്ങനെയുള്ള ഏരിയയിലാണ് കാണാറ്? എന്ന് പറഞ്ഞു നോക്കിയേ. കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ മോർച്ചറി നമ്മുടെ ഹോസ്പിറ്റൽസില് എങ്ങനെയാണ്, ഏത് ഭാഗങ്ങളിലായിട്ടാണ്, ഏത് ഭാഗത്തൊക്കെ ആയിട്ടാണ് കാണാറ്? അതായത് ഒരു ഐസൊലേറ്റഡ് ഏരിയ അല്ലെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിൽ ഒറ്റപ്പെട്ട ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് പോലെ അതില് ഒറ്റപ്പെട്ട രീതിയിലാണ് കാണാറ്. അല്ലാതെ നമ്മുടെ മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഫ്രണ്ട് സൈഡായിട്ടല്ല വരാറ് അല്ലെ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ഫ്രണ്ട് ഏരിയയിൽ കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അടങ്ങിയിരിക്കും. അതിനുശേഷം അതിന് ബാക്ക് സൈഡിലായിട്ട് ഹോസ്പിറ്റൽസിന്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ ഒക്കെ മാറി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയി ഒരു ഒറ്റപ്പെട്ട രീതിയിലായിരിക്കും മോർച്ചറീസ് കാണാം. ഈ എന്താണ് മോർച്ചറിയുടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത്? എന്താണ് മോർച്ചറിയിൽ ചെയ്യുന്നത് നമ്മള്? അങ്ങനെ ഒരു മോർച്ചറി ഏരിയ എന്തിനാണ് ഹോസ്പിറ്റലില്? എന്തിനു വേണ്ടിയിട്ടാണ് മോർച്ചറി ഏരിയ? എന്തിനു വേണ്ടിയാണ്? ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്യാൻ, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, സൂക്ഷിക്കാനായിട്ടാണ് മോർച്ചറീസ് ഹോസ്പിറ്റലുകളിൽ ഉള്ളത്. ഇനി മോർച്ചറിയിൽ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്താണ്? വെരി ഗുഡ്, പോസ്റ്റ്മോർട്ടം അല്ലെ? അപ്പൊ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ അതാ ഒരു ടേം തന്നെയാണ് കേട്ടോ ഓട്ടോപ്സി എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടാണ് നമ്മള് മോർച്ചറീസിൽ പ്രധാനമായിട്ടും അവിടെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന്റെ പേരാണ് കേട്ടോ. അപ്പൊ നോക്കി, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. മോർച്ചറി സർവീസിൽ എന്താണ് മോർച്ചറി, അതുപോലെ അവിടുത്തെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഏരിയാസ് അവിടെ വേണം, അതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ മോർച്ചറിയുടെ ടൈപ്പുകൾ പഠിക്കാനുണ്ട്, അതുപോലെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മോർച്ചറി സർവീസസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ,
Mortuary is an inevitable part of every hospital as it handles the preservation of the dead body so that the forensic clinicians and pathologists may investigate the cause of death and make scientific investigations. ഇനി ആരാണ് പാത്തോളജിസ്റ്റുകള്? ഒരു എന്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്? എന്തിൽ സ്പെഷ്യൽ മൈക്രോബ്സ് അല്ലെങ്കിൽ ഡിസീസസ് അല്ലെ? ഡിസീസസ് അതിന്റെ അതുപോലെ തന്നെ എന്താണ് ആ നേച്ചർ ഓഫ് ഡിസീസ് എങ്ങനെയാണ്, അതിന്റെ കോസസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ? അതായത് ഡിസീസ് കോസിങ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് വഴി ഉണ്ടാകുന്ന ഡിസീസസ്, അതിന്റെ കാരണങ്ങള് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പാത്തോളജിസ്റ്റുകളും അതുപോലെ തന്നെയാണ് ഫോറൻസിക് ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ ഫോറൻസിക് വിദഗ്ധരും എന്ത് ചെയ്യുന്നു? ഈ ഹോസ്പിറ്റലിലെ ഒരു മോർച്ചറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മോർച്ചറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഹോസ്പിറ്റലിലെ മോർച്ചറി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മോർച്ചറി സർവീസ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആസ് ഇറ്റ് ഹാൻഡിൽസ് ദ പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡീസ്, ഡെഡ് ബോഡീസിനെ സൂക്ഷിച്ചു വെക്കാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മോർച്ചറി എന്ന് പറയുന്നത്. ആൻഡ് സോ ദാറ്റ് ഫോറൻസിക് ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ പാത്തോളജിസ്റ്റുകളും എന്ത് ചെയ്യുന്നു? ഈ വരുന്ന ഓരോ ഡെഡ് ബോഡീസിനെയും എന്ത് ചെയ്യും? അവര് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും. എങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ്? സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ്, ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും ആ രോഗ കാരണം, അതായത് ആ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മരിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്, അതാണ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്, ആ ഒരു കാരണം കണ്ടെത്തുന്നതിന് വേണ്ടി സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്യും. മോർച്ചറിയിൽ എന്താണ്? മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് എവരി ഹോസ്പിറ്റൽ. എല്ലാ ഹോസ്പിറ്റലിലെയും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ഏരിയയാണ് മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ഡെഡ് ബോഡീസിനെ അല്ലെ, മൃതശരീരങ്ങളെ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി അവിടെ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ എന്താണ് പാത്തോളജിസ്റ്റുകളും എന്ത് ചെയ്യുന്നു? ഈ ഡെഡ് ബോഡീസ് വരുന്ന ഓരോ ഡെഡ് ബോഡീസിനെയും സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയപരമായിട്ട് നിരീക്ഷണങ്ങൾ നടത്തുകയും പരിശോധിക്കുകയും അതിനനുസരിച്ച് അവരുടെ ആ ഒരു പേഴ്സൺ മരിക്കാനുണ്ടായ മരണ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കി എ മോർഗ് ഓർ മോർച്ചറി. ഇനി ഇവിടെ മോർച്ചറിയുടെ മറ്റൊരു പേരാണ് മോർഗ് എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, മോർച്ചറിയുടെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മോർഗ് ആണ്. അപ്പൊ മോർഗ് എന്ന് പറഞ്ഞാലും മോർച്ചറി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, and is used for the storage of dead bodies waiting for identification. ഇനി മോർഗ് അല്ലെങ്കിൽ മോർച്ചറി രണ്ടും സെയിം ആണ് അല്ലെ? ഒരു ഹോസ്പിറ്റലിലെ മോർഗോ അല്ലെങ്കിൽ മോർച്ചറിയോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ്. എന്താണ്? മൃതശരീരങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. ഇനി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡെഡ് ബോഡീസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നോക്കിയേ, വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. എന്താണ് ഐഡന്റിഫിക്കേഷൻ? ഇവിടെ എന്തിനാണ് ഡെഡ് ബോഡി ഐഡന്റിഫിക്കേഷൻ നടത്താറില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഐഡന്റിഫിക്കേഷൻ? അത് ഏത് വ്യക്തിയുടെയാണെന്ന് തിരിച്ചറിയണം അല്ലെ? ആ തിരിച്ചറിയലാണ് ഐഡന്റിഫിക്കേഷൻ. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഓർ റിമൂവൽ. എന്താണ് റിമൂവൽ? മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു മോർച്ചറിയിൽ നിന്ന് മാറ്റാൻ പോകുന്നതായിരിക്കാം, എന്നാൽ മാറ്റിയിട്ടില്ല, മാറ്റാനായിട്ട് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിലോ ഓട്ടോപ്സി. എന്താണ് ഓട്ടോപ്സി? ഓട്ടോപ്സി എന്താ? ഓട്ടോപ്സി എന്താണ്? ഓട്ടോപ്സി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആർക്കൊരിയില്ല? പോസ്റ്റ്മോർട്ടം അല്ലെ? ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നതാവാം. അല്ലെങ്കിലോ ബുറിയൽ. എന്താണ് ബുറിയൽ? അടക്കം ചെയ്യാനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാവാം. ഓർ ക്രിമേഷൻ. എന്താണ്? ശവസംസ്കാരം. അറിയാത്തവരാണെങ്കിൽ അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചേക്കണോട്ടോ പറയുമ്പോൾ തന്നെ. ക്രിമേഷൻ അല്ലെങ്കിൽ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാവാം. ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ്. മറ്റല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്
സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാവാം. അപ്പൊ ഇപ്പൊ പുറത്ത് എന്താണ് വിദേശത്തൊക്കെ റിലേറ്റീവ്സ് ഉള്ളവരാണ് മരിച്ചതെങ്കിൽ അവർക്ക് ചിലപ്പോ 1-2 ദിവസത്തിനുള്ളിൽ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇതെന്ത് ചെയ്യേണ്ടി വരും, ഈ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഒരു മരണാനന്തര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും ഈ മോർച്ചറിയിൽ തന്നെ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ മോർഗ് അല്ലെങ്കിൽ ഒരു മോർച്ചറി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയ? ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ തിരിച്ചറിയലിന് വേണ്ടിയിട്ടും എന്താണ് മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ടോ എന്താണ് മുറിയൽ എന്ന് പറയുന്നത് അടക്കം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടോ ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്ന് പറയുന്നത്. Okay, then the third point is the term morgue is derived from the French word morgue. ഈ മോർഗ് എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷ് ലെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള മോർഗ് എന്ന് പറയുന്ന വേർഡ് എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു? ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗ് എന്ന് പറയുന്ന ആ സെയിം തന്നെയാണ് കേട്ടോ. മോർഗ് എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള മോർഗ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ടു ലുക്ക് അറ്റ് സോളംലി ടു ഡിഫൈൻ. ഇതിന്റെ മീനിങ് എന്താണ്? ടു ലുക്ക് അറ്റ് സോളംലി ടു ഡിഫൈൻ എന്താണ്? അതായത് ടു ഹോൾഡ് സീരിയസ്ലി എന്നുള്ള മീനിങ് ആണ്. ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ്. വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ് ആണ് അതിന് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മോർഗ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്താണ്? മോർഗ് എന്ന് പറയുന്ന വേർഡ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു. ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നു. അതിന്റെ മീനിങ് എന്താണ്? ടു ലുക്ക് അറ്റ് സോളംലി ടു ഡിഫൈൻ അല്ലെങ്കിൽ എന്ത് പറയാ? ടു ഹോൾഡ് സീരിയസ്ലി എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. മോർഗ് ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ്. ഇനി നമ്മള് മോർഗ് എന്ന് പറയുന്ന വേർഡ് അധികം യൂസ് ചെയ്യാറില്ല അല്ലെ. നമ്മൾ മോർച്ചറി എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. എന്നാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മോർച്ചറി എന്നാണ്. എന്നാൽ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷില് ഏറ്റവും കോമൺ ആയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് മോർഗ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മോർഗ് എന്ന് പറയുന്ന വേർഡ് അധികം കാണാറുള്ളത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കിക്കോ. എന്താണ് മോർഗ് എന്ന് പറയുന്നത്? എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു? ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നു. അതിന്റെ മീനിങ് എന്താണ് പറയുന്നത്? ടു ഹോൾഡ് സം സീരിയസ്ലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ് ആണ്. അത് തന്നെയാണ് ടു ലുക്ക് അറ്റ് സോളംലി ടു ഡിഫൈൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, നോക്കി. ഇനി മോർഗ് എന്ന് പറയുന്ന വേർഡ് ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. ഇനി മോർച്ചറി എന്ന് പറയുന്ന വേർഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴും മോർച്ചറി എന്ന് തന്നെയാണ് പറയാറ് അല്ലെ. ഇത്രയും ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയെങ്കിൽ ഒന്ന് തമ്മിട്ടേക്കാം കേട്ടോ. ഓക്കെ, നീഡ് ഫോർ മോർച്ചറി. ഇനി മോർച്ചറിക്ക് എന്തൊക്കെയാണ് മോർച്ചറിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ അല്ലെങ്കിൽ മോർച്ചറി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണ് നോക്കി. ഫസ്റ്റ് പോയിന്റ്, it is necessary for the hospital administration that a suitable provision shall be made in dubious place where the dead body can be placed pending final disposal or to rule out the cause of death. ഇനി ഈ ഒരു മോർച്ചറി എന്ന് പറയുന്നത് ആരാണ് അതിനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ഏരിയ കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു മോർച്ചറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതെങ്ങനെയുള്ള സ്ഥലമായിരിക്കണം? ഡുബിയസ് പ്ലേസ്. എന്താണ് ഡുബിയസ് പ്ലേസ് എന്ന് പറയുന്നത്? അതായത് അധികമാരുടെയും ശ്രദ്ധ ചെന്നെത്താപ്പെടാത്ത ഒരു സ്ഥലമായിരിക്കണം. അതായത് എന്താണ്? ഒരു സെക്ലൂഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന രീതിയിൽ, ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ആരുടെയും അധികം ശ്രദ്ധ ചെന്നെത്തപ്പെടാത്ത സ്ഥലമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? മോർച്ചറിക്ക് വേണ്ടി കണ്ടെത്തി നൽകേണ്ടത്. ആൻഡ് വെയർ ദ ഡെഡ് ബോഡി ക്യാൻ ബി പ്ലേസ്ഡ് അല്ലെ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെഡ് ബോഡീസിനെ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും പെൻഡിങ് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് പെൻഡിങ്ങിൽ ഇരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ടു റൂൾ ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത്, ആ ഒരു മരണത്തിന്റെ കാരണം കണ്ടെത്താനായിട്ട്
ആയിട്ട് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തതായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ ഡെഡ് ബോഡീസിനെയും പ്ലേസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഒരു ഡുബിയസ് പ്ലേസ് അല്ലെങ്കിൽ അധികം ആരും എത്തപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരു ഏരിയ പോലെയുള്ള ഒരു ഏരിയ, ഒറ്റപ്പെട്ട ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് നോക്കി അങ്ങനെയുള്ള ഏരിയ കണ്ടെത്തി, സൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ കണ്ടെത്തി നൽകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ. A precisely planned mortuary complex is beneficial to all those who come in contact with, that is, police, doctors, medical students, staffs and relatives of the dead. എന്താണ് ഒരു പ്രിസൈസ്ലി പ്ലാൻഡ്, വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് വഴി എന്താണ്, ആർക്കൊക്കെയാണ് അത് ബെനിഫിഷ്യൽ ആവേണ്ടത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അത് പ്രയോജനകരമാവേണ്ടത്, അതുമായി ഒരു മോർച്ചറിയുമായി കോണ്ടാക്ടിൽ വരുന്ന ആളുകൾ. ആരൊക്കെയാണ് കോണ്ടാക്ടിൽ വരുന്നത്? പോലീസസ് കോണ്ടാക്ടിൽ വരുന്നുണ്ട് അല്ലെ, പോലീസ് വരുന്നുണ്ട്, ഡോക്ടേഴ്സ് വരുന്നുണ്ട്, അതെ ഡോക്ടേഴ്സ് വരുന്നുണ്ട്, മെഡിക്കൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്, ദെൻ സ്റ്റാഫുകൾ വരുന്നുണ്ട് അല്ലെ, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വരുന്നുണ്ട്, അതുപോലെ റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ് അല്ലെ, ആ മരിച്ച ആളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കളും ഈ ഒരു മോർച്ചറിയുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഈ ഒരു മോർച്ചറി കോണ്ടാക്ടിൽ വരുന്നത് അത് അവർക്ക് കൂടി ബെനിഫിഷ്യൽ അല്ലെങ്കിൽ അവർക്കും കൂടി പ്രയോജനകരമാവുന്ന രീതിയിൽ ആയിരിക്കണം ഈ ഒരു മോർച്ചറി കോംപ്ലക്സ് പ്ലാൻ ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് പ്ലാനിങ് നടത്തി പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കിയേ. Provision of mortuary facilities and services in a hospital also has an important bearing with regard to public relation of the hospital. ഇനി ഇവിടെ മോർച്ചറി ഫെസിലിറ്റി, ഒരു ഹോസ്പിറ്റലിലെ ഒരു മോർച്ചറി ഫെസിലിറ്റി, മോർച്ചറിയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സേവനങ്ങളും. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളും സേവനങ്ങളും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ അത് എന്തൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനാണ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്? വിത്ത് റിഗാർഡ് ടു പബ്ലിക് റിലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലും പബ്ലിക്കുമായിട്ട് പൊതുജനങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആര്? അവിടെ ആ ഹോസ്പിറ്റലിലെ മോർച്ചറി സർവീസസ് അതുപോലെ തന്നെ ഫെസിലിറ്റീസും. അപ്പൊ എന്താണ് അവിടെ ഒരു പബ്ലിക് റിലേഷൻഷിപ്പ്? ഹോസ്പിറ്റലും പബ്ലിക്കുമായിട്ട് എന്ത് റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് അതൊന്നും ഉണ്ടാകുന്നത് ആലോചിച്ച് നോക്കി. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ടോ? പബ്ലിക്കും ഹോസ്പിറ്റലും കാര്യം തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ടോ? മോർച്ചറി ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്, ഉണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ പറയണ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ആരെങ്കിലും നമ്മൾ മരണമരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഡെഡായി. അപ്പൊ അങ്ങനെ ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെത്ത് സംഭവിച്ച ആ ഒരു വ്യക്തിയെ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഡെഡ് ബോഡി നമുക്ക് ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സേവനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും അല്ലെ. എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം പോലെയുള്ള എന്തെങ്കിലും എക്സാമിനേഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടുന്ന് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെയുള്ള സേവനങ്ങളും ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടത്തെ ഉപയോഗിക്കുന്ന ആ യൂസേഴ്സിന് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട റിലേറ്റീവ്സിനും അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കുറച്ച് ബെനിഫിഷ്യൽ ആണ് അല്ലെ, ഒത്തിരി പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള മോർച്ചറികൾ ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സേവനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ആ ഹോസ്പിറ്റലുകാരും ആ പബ്ലിക്കുമായിട്ട് പൊതുജനങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കി. മച്ച് ഓഫ് സെന്റിമെന്റ്സ് വാല്യൂ ആർ അറ്റാച്ച്ഡ് ടു ദ ഡെഡ് ബോഡി ഓഫ് ദ പേഴ്സൺ വിത്ത് സോഷ്യൽ ആൻഡ് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് അറ്റാച്ച്ഡ് ടു ദ മോർച്ചറി ഓഫ് ദ ഹോസ്പിറ്റൽ. Therefore, establishment and management of mortuary is of significance of every hospital. ഇനി ഇവിടെ നമ്മുടെ ആ ഒരു മോർച്ചറിയിലുള്ള ഒരു ഡെഡ് ബോഡി, അതായത് പേഴ്സന്റെ ആയിരിക്കട്ടെ, ആ ഒരു ഡെഡ് ബോഡി എന്ന് പറയുന്നത് ആ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ വ്യക്തിയുടെ ആ ഒരു മൃതശരീരം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്രോച്ചസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തത് സോഷ്യോ, അതായത് സാമൂഹ്യപരമായിട്ട് നമ്മൾ ഒരു ഡെഡ് ബോഡിയോടുള്ള നമ്മളൊരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എങ്ങനെയാണ്? ഒരു സെന്റിമെന്റൽ വാല്യൂ ആണ് നമുക്ക് ആ ഒരു ഡെഡ് ബോഡിയോടുള്ളത് അല്ലെ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എങ്ങനെയാണ്? ദുഃഖം അല്ലെങ്കിൽ വിഷമമാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു സങ്കടമൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ അത്ര അടുത്ത ബന്ധുക്കളൊന്നും ആരും ആയിരിക്കില്ല. എന്നാൽ പോലും നമുക്കൊരു ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആ
എല്ലാവരും അവരുടെ വീട്ടുകാരുടെ കാര്യം ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ല വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് അല്ലെങ്കിൽ സെന്റിമെന്റൽ വാല്യൂ ഈ ഒരു ഡെഡ് ആയിട്ടുള്ള ആ ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹികപരമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു വാല്യൂ അവിടെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ മോർച്ചറിയിൽ വരുന്ന ഇപ്പൊ ഇങ്ങനെയുള്ളതല്ലാത്ത ചില മെഡിക്കോ ലീഗൽ കണ്ടീഷൻസ് ഉണ്ടാവും. എന്താണ് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ മെഡിക്കോ ലീഗൽ കേസസിന്റെ ഒക്കെ കാര്യം? ഓക്കെ. അപ്പൊ അതെന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്? അതിൽ എങ്ങനെയുള്ള കേസസ് ആയിരിക്കും ഇവിടെ ഉൾപ്പെടുന്നത്? അതെ, ലീഗലി ചെയ്യേണ്ടതാണ്. അതായത് ലീഗലി അല്ലെങ്കിൽ കേസസ് പോലെയുള്ള ലീഗൽ എന്താണ് എൻഫോഴ്സ്മെന്റിന് കീഴിലിരിക്കുന്ന കേസസ് ആയിരിക്കും അല്ലെ. അതായത് ആക്സിഡന്റ്സോ സൂയിസൈഡ്സോ മർഡേഴ്സോ പോലെയുള്ള എല്ലാം അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതായത് കേസ് ലീഗൽ കണ്ടീഷൻ ലീഗലി കേസിലിരിക്കുന്ന അതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി കേസസ് ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ മെഡിക്കോ ലീഗൽ കണ്ടീഷൻ ഇവിടെ മോർച്ചറിയിൽ വരുമ്പോഴും ഇങ്ങനെയുള്ള കേസസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കണ്ടീഷൻസിലുള്ള കേസസിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു മെഡിക്കോ ലീഗൽ ആസ്പെക്ട്സ്, അതായത് മെഡിക്കൽ പരമായിട്ടും ലീഗൽ ആസ്പെക്ട്സും ഒരുമിച്ച് വരുന്ന ഒരു കേസാണ് അല്ലെ. അത് മെഡിക്കൽ രീതിയിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ട് മാത്രം നമ്മൾ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ പോരാ, അവിടെ എന്താണ് ചെയ്യേണ്ടത്, ലീഗലിയും കൂടി അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ആസ്പെക്ട് കൂടി കൊണ്ടുവന്നായിരിക്കണം നമ്മൾ അവിടെ എവിഡൻസുകൾ കളക്ട് ചെയ്യാനും ഇവര് എന്താണ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾ നടത്താനും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രാധാന്യവും ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മോർച്ചറിയിലെ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ വരുന്ന ആ പേഴ്സൺസ് ഡെഡ് ആയിട്ടുള്ള അമൃത ശരീരമുള്ള ഏത് വ്യക്തിയാണോ അവരുമായിട്ട് സാമൂഹ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു സെന്റിമെന്റൽ വാല്യൂ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. നമുക്കൊരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകൾ ഉള്ളവരാണെങ്കിൽ ആ ഒരു ആസ്പെക്റ്റും അവരിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കിട്ടിയോ ഒരു ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട്? ലാസ്റ്റ് പോയിന്റ് നോക്കി, therefore establishment and management of mortuary is of significance of every hospital. ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള മോർച്ചറീസ് സ്ഥാപിക്കുകയും അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ലാസ്റ്റ് പോയിന്റ് കിട്ടിയോ? അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നീഡ് ഫോർ മോർച്ചറിയിലെ ഫസ്റ്റ് പോയിന്റ് നോക്കി, റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ. അതെങ്ങനെയുള്ള പ്ലേസ് ആയിരിക്കണം? ഡുബിയസ് പ്ലേസ്. എന്താണ്, പെട്ടെന്ന് അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്തപ്പെടാത്ത രീതിയിൽ അങ്ങനെയുള്ള ഒരു ഏരിയയിലായിരിക്കണം ഈ എന്താണ് മോർച്ചറി കോംപ്ലക്സ് ഉണ്ടായിരിക്കേണ്ടത്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഏരിയാസും ഒത്തുകൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരിയായ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തി നൽകേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. ഓക്കെ, ഇനി അവിടെ അങ്ങനെ സ്ഥലം കണ്ടെത്തി നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡ് ബോഡീസിനെ പ്ലേസ് ചെയ്യാൻ അല്ലെ, അതിനെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് പെൻഡിങ്ങിൽ ഇരിക്കുന്നതാവാം, അല്ലെങ്കിൽ റൂൾ ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത്, മരണ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാവാം, സൂക്ഷിക്കുന്നതാവാം. അങ്ങനെയുള്ള എല്ലാ ഡെഡ് ബോഡീസിനെയും കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആയിരിക്കണം മോർച്ചറി. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടുപിടിച്ച് നൽകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടിയാണ്. രണ്ടാമത് പറഞ്ഞ എന്താ, ഇങ്ങനെ ഒരു മോർച്ചറി കോംപ്ലക്സ് വളരെ പ്രിസൈസ് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് നിർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുവഴി ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആയിരിക്കണം അല്ലെങ്കിൽ ആർക്കൊക്കെ പ്രയോജനകരമായിരിക്കണം ഈ ഒരു മോർച്ചറിയുമായി കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? പോലീസ് വരുന്നുണ്ട്, ഡോക്ടേഴ്സ് വരുന്നുണ്ട്, മെഡിക്കൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്, സ്റ്റാഫുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ മരിച്ച ആളുടെ റിലേറ്റീവ്സും അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. തേർഡ് പോയിന്റ് നോക്കി, ഇങ്ങനെയുള്ള ഒരു മോർച്ചറി ഫെസിലിറ്റിയും സർവീസസും ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള മോർച്ചറി പരമായിട്ടുള്ള എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുവഴി ആ ഹോസ്പിറ്റലുകാർക്കും ആ ഒരു പബ്ലിക്കുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്കി, ഒരു
ഒരു മോർച്ചറിയിൽ വരുന്ന ഡെഡ് ആയിട്ടുള്ള ഡെഡ് ബോഡി അത് ആരുടെ ആയിക്കോട്ടെ ആ ഒരു വ്യക്തിയുമായിട്ട് സാമൂഹ്യപരമായിട്ട് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് അതൊരു സെന്റിമെന്റൽ വാല്യൂ ആണ് അവിടെ ഉണ്ടാകുന്നത് അല്ലെ. അതായത് ഒരു വികാരഭരിതമായിട്ടുള്ള ഒരു വികാരഭരിതമായ ഒരു എന്താണ് അപ്രോച്ചാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ലീഗൽ കേസുകൾ ഉള്ളവരാണെങ്കിൽ അവിടെ മെഡിക്കോ ലീഗൽ ആസ്പെക്ട്സും ഇതുമായി അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അതിൽ എല്ലാ ഹോസ്പിറ്റലുകളും നല്ല ശരിയായ രീതിയിലുള്ള ഒരു ആളുകളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും അവരെ മരിക്കുന്ന ഓരോ ഡെഡ് ബോഡീസിനും സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ അതിന് സഹായിക്കുന്ന രീതിയിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും മോർച്ചറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് സ്ഥാപിക്കുകയും അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും വളരെ അത്യാവശ്യമാണ്. നീഡ് ഫോർ മോർച്ചറി കിട്ടിയോ? Okay. Next point, let's okay, function of mortuary service. Okay, function of mortuary service. ഇനി mortuary serviceന്റെ പ്രധാന functions എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കി, to conserve the dead body till the formalities of the handing over of deceased is completed. എന്താണ് കൺസർവ് ചെയ്യുന്ന കീപ്പ് ചെയ്യുക കേട്ടോ. ടു കീപ് ദ ബോഡി അല്ലെങ്കിൽ ടു കൺസർവ് ദ ബോഡി till the formalities of the handing over of deceased is completed. ഡിസീസ് എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഡിസീസ്ഡ് മരണമടഞ്ഞ. അപ്പൊ അവിടെ മരണമടഞ്ഞതായിട്ടുള്ള ആ വ്യക്തി ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു കൈമാറ്റം അല്ലെ, അവര് ആ ഒരു മരണമടഞ്ഞ വ്യക്തി ആരാണ്, അവരുടെ റിലേറ്റീവ്സ് വന്നാൽ അവർക്ക് അവരെ കൈമാറണം, ആ ഡെഡ് ബോഡി കൈമാറണം വേണ്ടേ. അപ്പൊ അങ്ങനെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഈ ഡെഡ് ബോഡീസ് എവിടെ കീപ്പ് ചെയ്യുന്നാണ് പറഞ്ഞത്, മോർച്ചറിയിൽ കീപ്പ് ചെയ്യും. Okay, to conserve the dead body till the formalities of the handing over of deceased is completed. മരണമടഞ്ഞ ആ രോഗി ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട മരണമടഞ്ഞ ആ ഒരു മൃതശരീരം ആ ഒരു മൃതശരീരവുമായി ബന്ധപ്പെട്ട് എല്ലാ അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യണം അതിന്റെ റിലേറ്റീവ്സുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള റിലേറ്റീവ്സിന് അത് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നത് വരെ അത് കീപ്പ് ചെയ്യുന്നത് എവിടെയാണ്, മോർച്ചറിയിലാണ്. കിട്ടിയോ ഫസ്റ്റ് പോയിന്റ്? സെക്കൻഡ് നോക്കിയേ, ടു കീപ് ദ ഡെഡ് ബോഡി അൺക്ലെയിംഡ് till the relatives claim and take away for final disposal. ഇനി എന്താണ്, ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു മോർച്ചറിയില് സൂക്ഷിച്ചു വെക്കും. അതെങ്ങനെയാണ്, അൺക്ലെയിംഡ് ആയിട്ടുള്ളത്, ഇത് തിരിച്ചറിയാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് ഉണ്ടാവുമല്ലോ, ഐഡന്റിഫിക്കേഷൻ നടത്താത്തത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ആരും എത്തിയിട്ടുണ്ടാവില്ല, അതിന് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് എന്താണ്, അവരുടെ റിലേറ്റീവ്സ് വന്ന് അവരുടെ ആ എവിഡൻസും കാര്യങ്ങളും ഒക്കെ വഴി നമുക്ക് ആ ഒരു റിലേറ്റീവ് അത് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ആ ഒരു ഡെഡ് ബോഡി ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി കൈമാറ്റം ചെയ്യുന്നതാണ്. എന്നാൽ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്തതാണെങ്കിൽ അത് എത്ര നേരം വരെയാണ്, യൂഷ്വലി ബോഡീസ് ദാറ്റ് ആർ നോട്ട് ക്ലെയിംഡ് ആർ കെപ്റ്റ് ഫോർ 72 hours. അങ്ങനെ എന്താണ്, തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ അത് 72 മണിക്കൂർ വരെ എന്ത് ചെയ്യും, ഈ ഒരു മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതാണ്. അൺലെസ് ക്ലെയിംഡ് ടിൽ ദാറ്റ് പീരിയഡ്. ഇനി ആ ഒരു സമയത്തിനുള്ളിൽ അവിടെ ക്ലെയിം ചെയ്തില്ല അല്ലെങ്കിൽ അവിടെ അവകാശവാദം ഉന്നയിച്ചില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് ബോഡി ഈസ് ഡൺ ഇൻ കീപ്പിംഗ് വിത്ത് ദ എക്സിസ്റ്റിംഗ് പോളിസി ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ആസ് പെർ ദ ലോ ഓഫ് ലാൻഡ്. ഇനി ഇങ്ങനെ ആ ഒരു പീരിയഡിനുള്ളിൽ നമ്മൾ ആ ഒരു 72 hours കൊടുത്തിട്ടുണ്ടല്ലോ, ആ 72 hourനുള്ളിൽ അത് ക്ലെയിം ചെയ്തില്ല അല്ലെങ്കിൽ അവിടെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് ബോഡി ഈസ് ഡൺ. ഇനി അവിടെ ഡിസ്പോസൽ നടക്കും. അത് എന്തിന്റെ ബേസിസിലാണ് നോക്കി, ഇൻ കീപ്പിംഗ് വിത്ത് ദ എക്സിസ്റ്റിംഗ് പോളിസി ഓഫ് ദ ഹോസ്പിറ്റൽ. ആ നിലവിലുള്ള ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലിനും ഇത്രയും ദിവസം അത് എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആസ് പെർ ദ ലോ ഓഫ് ലാൻഡ്. എന്താണ് ലോ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ ഒരു നിലവിൽ നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്ന എല്ലാ ലോസും ലോ ഓഫ് ലാൻഡിൽ വരുന്ന ഒരു ജനറൽ ആയിട്ട് ഒരു ലീഗൽ ടേമിൽ പറയുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഒരു നിയമം, നിലവിൽ ഇപ്പോഴത്തെ നിയമം എങ്ങനെയാണോ അതിനനുസരിച്ച് ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു പോളിസി എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിനനുസരിച്ച് ആ ഒരു ഡെഡ് ബോഡി എന്ത് ചെയ്യും, അവര് ഡിസ്പോസലിന് വേണ്ടി അയക്കും.
അപ്പൊ എന്താണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞേ നോക്കിയേ, ടു കീപ് ദ ബോഡി, അതായത് അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡി, അതായത് തിരിച്ചറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് ആരും വന്നിട്ടില്ലാത്ത ബോഡി, അത് എത്ര നാളാണ്? ടിൽ ദ റിലേറ്റീവ്സ് ക്ലെയിം, എത്ര നാളെയാണോ റിലേറ്റീവ്സ് എപ്പോഴാണോ വരുന്നത് അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോഡി തിരിച്ചറിഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ക്ലെയിം ചെയ്യുന്നത് വഴി അവർക്ക് അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് ഈ ബോഡീസിനെ ആ വന്നിരിക്കുന്ന റിലേറ്റീവ്സ് പറയാണ് ഞങ്ങളുടെ ഇന്ന ബന്ധുവാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ആളാണ് എന്നുള്ളത് പറഞ്ഞ് അത് ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡെഡ് ബോഡി ഡിസ്പോസലിന് വേണ്ടി കൊണ്ടുപോകാം അല്ലെങ്കിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇനി ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് എത്ര നേരമാണ് ക്ലെയിം ചെയ്യാനായിട്ട് സൂക്ഷിക്കുന്നത്? മോർച്ചറിയില് 72 hours ആണ് ക്ലെയിം ചെയ്യാനായിട്ട് സൂക്ഷിക്കുന്നത്. ഇനി ആ ഒരു കൊടുത്തിരിക്കുന്ന ആ ഒരു പറഞ്ഞിരിക്കുന്ന പീരിയഡിനുള്ളിൽ ക്ലെയിം ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അതെന്ത് ചെയ്യും? ആ ഒരു ഹോസ്പിറ്റലിലെ എക്സിസ്റ്റിംഗ് പോളിസി അനുസരിച്ചും ലോ ഓഫ് ലാൻഡ് ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ചും അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും? ഡിസ്പോസലിന് വേണ്ടിയിട്ട് ആ ഒരു ബോഡി ഡിസ്പോസൽ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് കിട്ടിയോ? തേർഡ് വൺ നോക്കി, ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി ദാറ്റ് റിക്വയർസ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. അല്ലെ, പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് കൊണ്ടുവരും. അല്ലെ, പല ഹോസ്പിറ്റലും എല്ലാ ഹോസ്പിറ്റലിലും പോസ്റ്റ്മോർട്ടം ചെയ്യോ? എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യോ പോസ്റ്റ്മോർട്ടം? ഇല്ല. എങ്ങനെയുള്ള ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്? എങ്ങനെയുള്ള ഹോസ്പിറ്റലാ? ഗവൺമെന്റ് അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലുകൾ അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലാണ് പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്യുന്നത്. അല്ലെ, മെഡിക്കൽ കോളേജുകളൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ അത് ആ ഒരു ഹോസ്പിറ്റല് ഗവൺമെന്റിന്റെ കീഴിലുള്ളവയായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം ചെയ്തതായിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ അവിടെ എന്ത് ചെയ്യുക? അത് റിസീവ് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിനെ സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളത് മോർച്ചറി സർവീസിലെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കി, ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. ഇനി എന്താണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം? എന്താണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടത്തിൽ ചെയ്യുന്നത്? എന്താണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ പരമായിട്ടുള്ള പോസ്റ്റ്മോർട്ടംസ് നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നത്? മെഡിക്കൽ കേസസ് ആണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ അതെ ലീഗലി റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതായത് അവിടെ എന്താണ് ലീഗലി ഉള്ള ആളുകളുടെ അതായത് അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ അവരുടെ ആ ഒരു മരണ കാരണം കണ്ടെത്താനായിട്ട്, അതുപോലെ തന്നെ എപ്പോഴാണ് അവർ മരിച്ച ആ ഒരു സമയം കണ്ടെത്താനായിട്ട്, അതുപോലെ മറ്റെന്തെങ്കിലും എന്താണ് ഇഞ്ചുറീസ് അവരുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ സയന്റിഫിക് ആയിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് അവരെന്ത് ചെയ്യണം? പരിശോധിച്ചിരിക്കണം. അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ? അവിടെ ലീഗൽ ആയിട്ടുള്ള അതോറിറ്റീസിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ റിക്വസ്റ്റ് പ്രകാരമായിരിക്കും ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ നിങ്ങള്. മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി എന്ന് എഴുതാം കേട്ടോ. അപ്പൊ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാലും മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദ പർപ്പസ് ഓഫ് എ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ദ പർപ്പസ് ഓഫ് എ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ദ പർപ്പസ് ഓഫ് എ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി is to determine the purpose of a medico-legal autopsy is to determine whether a death was natural, whether a death was natural or unnatural, whether a death was natural or unnatural. The purpose of a medico-legal autopsy is to determine whether a death was natural or unnatural, and to produce an evidentiary document
evidentiary document that can be used in that can be used in legal proceedings. ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കുക കേട്ടോ, കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. The purpose of a medico-legal autopsy is to determine whether a death was natural or unnatural, and to produce an evidentiary document that can be used in legal proceedings. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആ ഒരു മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡെത്ത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചതാണോ അല്ലെങ്കിൽ അൺനാച്ചുറൽ ആണോ എന്നത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്യുക. അല്ലെ, അൺനാച്ചുറൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് ലീഗൽ പ്രൊസീഡിങ്സിലോട്ട് പോവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു മരിച്ച ആ ഒരു വ്യക്തി എങ്ങനെയാണ് മരിച്ചത്, അവരുടെ ആ ഒരു മരണ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവരുടെ ആ ഒരു ജസ്റ്റിസ്, അല്ലെ, അവരുടെ ആ ഒരു നീതി, ആ മരിച്ച വ്യക്തിയും അതുപോലെ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിയൊക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വഴി പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? മോർച്ചറിയില്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ടു ഗീവ് ദ ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ്സിനായിക്കോട്ടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനായിക്കോട്ടെ അവർക്ക് ടീച്ചിങ് പ്രോഗ്രാമുകൾ നടത്തുക. ടു ഗീവ് ടീച്ചിങ് പ്രോഗ്രാംസ്, ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ, അവർക്ക് അനാട്ടമിക്കൽ സ്റ്റഡി ഒക്കെ നടത്താനില്ലേ, ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ എന്ത് ചെയ്യുക? ടീച്ചിങ് പ്രോഗ്രാമുകളിലൂടെ പഠിപ്പിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അതാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കി, ദ ടൈപ്സ് ഓഫ് ഡെഡ് ബോഡി പ്രിസർവ്ഡ് ഇൻ ദ മോർച്ചറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നോൺ മെഡിക്കോ ലീഗൽ ആൻഡ് മെഡിക്കോ ലീഗൽ. അപ്പോ ആ ഒരു മോർച്ചറിയിൽ പ്രിസർവ് ചെയ്യുന്ന കീപ്പ് ചെയ്യുന്ന ആ ഡെഡ് ബോഡീസിനെ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? നോൺ മെഡിക്കോ ലീഗൽ എന്നും മെഡിക്കോ ലീഗൽ എന്നും തിരിച്ചിരിക്കുന്നു. മെഡിക്കോ ലീഗൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് ലീഗൽ ആസ്പെക്ട്സിൽ വരുന്ന അല്ലെങ്കിൽ ലീഗലി എന്തെങ്കിലും കേസുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എവിഡൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. ആക്സിഡൻസ് ആവാം, സൂയിസൈഡ്സ് ആവാം, മർഡേഴ്സ് ആവാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേസസ് അതിനുള്ളിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് എല്ലാം മെഡിക്കോ ലീഗൽ കണ്ടീഷനിൽ വരുന്നതാണ്. അത് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടംസ് ചെയ്യേണ്ടതായിട്ടുള്ളവയാണ്. അവിടെ എവിഡൻസ് കളക്ട് ചെയ്ത് ആ വ്യക്തി മരിക്കാനുണ്ടായ കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ എവിഡൻസും കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ മെഡിക്കോ ലീഗൽ കേസുകളിലൊന്നും ഉൾപ്പെടാതെ വരുന്ന ബാക്കിയെല്ലാം നോൺ മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെങ്കിൽ നോൺ മെഡിക്കോ ലീഗൽ ആയിട്ടുള്ളവയാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കിയ ഫങ്ഷൻസിൽ ആദ്യം പറഞ്ഞ എന്താ? ഡെഡ് ബോഡീസ് അല്ലെ, മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ആ മരണമടഞ്ഞവരെ ആ ഒരു അവരുടെ ആ ഒരു റിലേറ്റീവുമായി ബന്ധപ്പെട്ട അവർക്ക് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ പ്രവർത്തനങ്ങളും അല്ലെ, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നത് വരെ ഈ ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? മോർച്ചറി സർവീസിലാണ് അല്ലെങ്കിൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത് നോക്കിയേ, ടു കീപ് ദ ഡെഡ് ബോഡി അൺക്ലെയിംഡ് ദ റിലേറ്റീവ്സ് ക്ലെയിം ആൻഡ് ടേക്ക് അവേ ഫോർ ഫൈനൽ ഡിസ്പോസൽ. ഇനി ഒരു ഫൈനൽ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് അല്ലെ, അപ്പൊ അങ്ങനെ ഫൈനൽ ഡിസ്പോസൽ നടത്തണമെങ്കിൽ അപ്പൊ ഒരാളുടെ തിരിച്ചറിയാത്ത ഒരു ഡെഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്പോസൽ ചെയ്യാൻ പറ്റില്ല. അതിനു മുൻപ് അവരെന്ത് ചെയ്യും? ഒരു 72 hours സമയം കൊടുക്കും. ആ ഒരു പീരീഡിനുള്ളിൽ അവരുടെ റിലേറ്റീവ്സ് വന്ന് അത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഡിസ്പോസലിന് വേണ്ടി ഈ ഒരു ഡെഡ് ബോഡിയെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു 72 hours എന്ന് പറയുന്ന ആ ഒരു പീരീഡിനുള്ളിൽ നമ്മൾ ആ ഒരു ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നില്ല, ക്ലെയിം ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ തിരിച്ചറിയാതെ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഒരു ഹോസ്പിറ്റൽ പോളിസിയും ലോ ഓഫ് ലാൻഡിനനുസരിച്ച് നിലവിലുള്ള നിയമവും അനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു? ഡിസ്പോസലിന് വേണ്ടി എടുക്കുന്നു അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. നെക്സ്റ്റ് നോക്കിയേ, ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി ദാറ്റ് റിക്വയർസ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്
തരത്തിലുള്ള ഡെഡ് ബോഡീസിനെ സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുക. അതുപോലെ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ കണ്ടക്ട് ചെയ്യുക. ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അണ്ടർ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഒക്കെ എന്ത് ചെയ്യുക, ടീച്ചിങ് പ്രോഗ്രാമുകൾ നടത്തുക. Then the types of dead body preserved in the mortuary can be classified as non-medico-legal and medico-legal. അല്ലെ, മെഡിക്കോ-ലീഗലിൽ ഒത്തിരി കേസുകൾ വരുന്നുണ്ട് അല്ലെ, ലീഗലി ആയുള്ള കേസസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പോ ആക്സിഡൻസോ എന്താണ് എമർജൻസി പെട്ടെന്നായിട്ട് വരുന്ന വല്ല ആക്സിഡൻസുകളോ സൂയിസൈഡ്സോ മർഡേഴ്സോ പോലെയുള്ള എല്ലാ കാര്യങ്ങളും മെഡിക്കോ-ലീഗൽ കേസിൽ വരുന്നതാണ്. എന്നാൽ നോൺ മെഡിക്കോ-ലീഗൽ കേസിൽ ഇങ്ങനെയുള്ള കേസസ് പോലെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ അതുപോലെ തന്നെ എന്താ, ഇപ്പൊ ഹോസ്പിറ്റലില് ഇങ്ങോട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്വാഭാവികമായിട്ടുള്ള മരണം സംഭവിച്ചവരാവാം, അതൊക്കെ നോൺ മെഡിക്കൽ ലീഗൽ കേസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പേര് നോൺ മെഡിക്കൽ ലീഗൽ കേസിലും വരുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ ലീഗൽ കേസിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞില്ല, ലീഗൽ പ്രൊസീഡിങ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ എവിഡൻസും കളക്ട് ചെയ്യുക. അത് ആ പോസ്റ്റ്മോർട്ടം പോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് മെഡിക്കൽ ലീഗൽ കേസിൽ വരുന്നത്. ഒത്തിരി കേസസ് വരുന്നുണ്ട്. അപ്പൊ അവയെല്ലാം മെഡിക്കോ ലീഗലിൽ വരുന്നതാണ്. അതിന് പുറമെയുള്ള എല്ലാ കണ്ടീഷൻസും നോൺ മെഡിക്കോ ലീഗലിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നോക്കിയേ പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. ഇനി ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെ പ്ലാനിങ്ങുകളാണ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ് ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണ്ടതെന്ന്. അതായത് ലൊക്കേഷൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ സ്പേസസ് റിക്വയർമെന്റ്, സ്പേസ് റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്കിയേ ഫസ്റ്റ് വൺ, ലൊക്കേഷൻ പാരാമീറ്റേഴ്സ്, പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. ലൊക്കേഷൻ, ദ ലൊക്കേഷൻ ഷുഡ് ബി എ ഡ്യൂബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ്. എന്താണ്, ഒത്തിരി ഒറ്റപ്പെട്ട രീതി അല്ലെ, ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ സെക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയ, അതുപോലെ തന്നെ അധികം ആരും ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ഒരു ഏരിയ, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയയിലായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരേണ്ടത്. എന്തിന്റെ ലൊക്കേഷൻ ആണ്, മോർച്ചറിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ഇൻ എ സെപ്പറേറ്റ് ബിൽഡിംഗ് ടു വെയർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ എ നോൺ ഡിസ്റ്റർബിംഗ് വേ. അവിടെ എന്താണ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കണം. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ നിന്നും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരേണ്ടത് എന്നാണ് പറയുന്നത്. ആൻഡ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ എ നോൺ ഡിസ്റ്റർബിംഗ്. എന്താണ്, എന്നാൽ എത്താൻ കഴിയുന്നവയായിരിക്കണം. അതുപോലെ തന്നെ ഇത് നോൺ ഡിസ്റ്റർബിംഗ്, എന്താണ്, ശല്യപ്പെടുത്താത്ത രീതിയിൽ ആ ഒരു എത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ദർ ഷുഡ് ബി ഈസി ആക്സസ് ഫ്രം വാർഡ്സ്. എന്തിൽ നിന്നൊക്കെ ഈസി ആക്സസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. വാർഡുകളിൽ നിന്ന്, ICUവിൽ നിന്ന്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്, എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. അപ്പൊ മോർച്ചറിയുടെ ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതൊരു ഡ്യൂബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ് അല്ലെ, വളരെ ഒറ്റപ്പെട്ട ആരും അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയ നോക്കി, അതായത് ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിട്ടായിരിക്കണം ഈ ഒരു മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. ഇനി വേർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ എ നോൺ ഡിസ്റ്റർബിംഗ് വേ. ഇനി അവിടെ വരുന്ന ഡെഡ് ബോഡീസ് ഒരു ആരും ശല്യപ്പെടുത്താത്ത രീതിയിൽ അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കണം ലൊക്കേഷൻ വരേണ്ടത്. ഈസി ആക്സസിബിൾ ആയിരിക്കണം. വാർഡുകളുമായിട്ടോ ICUമായിട്ടോ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ടോ അല്ലെങ്കിൽ എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ആയിട്ട് വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം ഈ ഒരു മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയ സെക്കൻഡ് വൺ, സ്പേസ് റിക്വയർമെന്റ്. ഇതുമായി ബന്ധപ്പെട്ട സ്പേസസ് വേണമല്ലോ. അപ്പൊ അതിന്റെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കിയാൽ, റിലേസ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് അല്ലെങ്കിൽ വലിപ്പം, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ തരം എങ്ങനെയാണ്, ആൻഡ് ദ വർക്ക് ലോഡ്, അവിടുത്തെ ആ ഒരു ജോലി ഭാരം അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്തോരം സ്പേസസ് ആ ഒരു മോർച്ചറി ഏരിയയിൽ വേണമെന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ദ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇന്ന സ്പേസുകൾ വേണം, അല്ലെങ്കിൽ ഇത്രയും ഏരിയ ആ ഒരു സ്പേസിന് വേണ്ടിയിട്ട് ഓരോ ഏരിയാസ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി വേണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പ്ലാനിംഗ് കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിംഗ് കമ്മിറ്റി ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ആ പ്ലാനിംഗ് കമ്മിറ്റി പ്രകാരം ഹാസ് റെക്കമെൻഡഡ് ആൻ ഏരിയ ഓഫ് 6 to 8 square feet per bed as a general ജനറൽ ആയിട്ട് അവർ പറയുന്ന അല്ലെങ്കിൽ അവര് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവര് ശുപാർശ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഏരിയ ഓഫ് 6 to 8 square feet
അതായത് ഒരു ബെഡ്, അവിടെ മോർച്ചറീസില് ബെഡുകൾ ഉണ്ടാവില്ല ഈ ഡെഡ് ബോഡീസിനെ കിടത്താനായിട്ട്. അപ്പൊ ആ ഒരു ബെഡിന് എത്ര ഏരിയ വേണം എന്നാണ് പറഞ്ഞത്? 6 to 8 സ്ക്വയർ ഫീറ്റ് കണക്കാക്കി ഓരോ ബെഡിന്റെയും അങ്ങനെയുള്ള സ്ക്വയർ ഫീറ്റുകൾ കണക്കാക്കി അത്രയും ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതൊരു ജനറൽ ആയിട്ട് പറയുന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് ശുപാർശ ചെയ്യുന്ന ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കമ്മിറ്റി. അപ്പൊ എത്രയാണ്? ഏരിയ ഓഫ് 6 to 8 സ്ക്വയർ ഫീറ്റ് പെർ ബെഡ്. ഒരു ബെഡിനനുസരിച്ച് 6 to 8 സ്ക്വയർ ഫീറ്റ് ഏരിയ വേണം. അപ്പൊ അതാണ് സ്പേസ് റിക്വയർമെന്റ് പറയുന്നത്. പ്രധാനമായിട്ടും ആ ഒരു ഹോസ്പിറ്റലിലെ വലിപ്പത്തിനനുസരിച്ച്, ആ ഒരു ഹോസ്പിറ്റൽ തരം അനുസരിച്ച്, അവിടുത്തെ ഒരു വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലി ഭാരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. അതുപോലെ തന്നെ അവിടെ ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു പ്ലാനിംഗ് കമ്മിറ്റിയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എങ്ങനെയൊക്കെ സ്പേസസ് കൊടുക്കണം, എത്ര സ്പേസസ് ആവശ്യമാണ് എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാനിംഗ് കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ശുപാർശ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ബെഡിന് 6 to 8 സ്ക്വയർ ഫീറ്റ് ഏരിയ മോർച്ചറിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കി ഫങ്ഷണൽ ഏരിയാസ്. ഫങ്ഷണൽ ഏരിയയിൽ വരുന്നത് മോർച്ചറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോർച്ചറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഏരിയാസ് ആണ് മോർച്ചറിയിൽ ഉള്ളിൽ അല്ലെങ്കിൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഫങ്ഷണൽ ഏരിയ ഫസ്റ്റ് വൺ നോക്കി, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട്, എൻട്രൻസ് ആണ് കേട്ടോ പോർട്ടിക്കോ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, ഈ കവേർഡ് എൻട്രൻസ് എന്നുള്ള മീനിങ് ആണ്. ആംബിൾ പാർക്കിംഗ് ഏരിയ വിത്ത് കവേർഡ് ഏരിയ ഓഫ് about 18 meters square എന്നാണ് കേട്ടത്. For vehicles should be facilitated the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. ഇനി ഇവിടെ ആംബിൾ പാർക്കിംഗ് ഏരിയ എന്താണ്? ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു എന്താണ് എപ്പോഴും ഒരു നമ്മുടെ മെയിൻ എൻട്രൻസുമായി ബന്ധപ്പെട്ട്, ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാവും അല്ലെ. എന്നാൽ അല്ലാതെ ഒരു വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് എ ബോഡി. ഇനി എന്താണ് മൂടഡ് അല്ലെങ്കിൽ മൂടി വെക്കേണ്ടത് അല്ലെങ്കിൽ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഏരിയ എന്താണ്? അബൌട്ട് 18 മീറ്റർ സ്ക്വയർ. 18 മീറ്റർ സ്ക്വയറോളം ഏരിയ കവർ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാ? ഫോർ വെഹിക്കിൾ ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ് അറ്റ് ദ എൻട്രൻസ് ടു ദ ബോഡി സ്റ്റോർ. ഇനി ആ ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡെഡ് ബോഡി എവിടെയാണോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു ഏരിയയിലേക്ക് എന്താണ് വാഹനങ്ങളെ എന്താണ് സൗകര്യം അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും ആ സൗകര്യങ്ങള് ചെയ്യാനായിട്ടാണ് കൊടുക്കാനായിട്ട്. അപ്പൊ ആ ഒരു ഡെഡ് ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് റൂമാണോ അവിടേക്ക് ഈ വാഹനങ്ങൾ എത്തണം വേണ്ടേ? എന്നാലല്ലേ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കയറ്റി നമുക്ക് ഈ ഡെഡ് ബോഡീസിനെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അതുവഴി ട്രാൻസ്പോർട്ടേഷൻ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഡെഡ് ബോഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു റൂമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ഈ വാഹനങ്ങളുടെ സുഗമമായിട്ടുള്ള ഒരു മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്ന രീതിയിൽ, അതിന്റെ ആ ഒരു വാഹനങ്ങളുടെ എൻട്രൻസിന് വേണ്ടി സഹായിക്കുന്ന രീതിയിൽ 18 മീറ്റർ സ്ക്വയർ ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റ് വെതർ. നനഞ്ഞ ഒരു കാലാവസ്ഥയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ബോഡി കൊണ്ടുപോകുമ്പോൾ അത് മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ അത് മഴ നനഞ്ഞ് എന്താണ് ചീത്തയാവാൻ അല്ലെങ്കിൽ ഡിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം ഈ ഒരു ബോഡിയെ. അതിന് വേണ്ടിയിട്ട് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടി ഈസി ആക്കാനും അതുപോലെ തന്നെ സുഗമമാക്കാനും വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആ ഒരു എൻട്രൻസ് ഏരിയയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ആൻഡ് സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ വിത്ത് ആൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് ഓർ പാർക്കിംഗ് ഏരിയ. ഇനി അതുപോലെ തന്നെ തൊട്ടടുത്ത ഏരിയാസ്, ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ഏരിയാസിൽ ആളുകളൊക്കെ വരുന്ന ഒരു പോകുന്ന ഏരിയ ആണെങ്കിൽ ആ ഒരു ഏരിയ എന്ത് ചെയ്യണം? സ്ക്രീനുകൾ ഉപയോഗിച്ചിട്ട് മറയ്ക്കണം. ഓക്കെ, അപ്പൊ അവിടെ ഇവിടെ ഒരു ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് അപ്പോൾ ഡെഡ് ബോഡീസും കാര്യങ്ങളും കാണുമ്പോൾ ചിലർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായേക്കാം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ശ്രദ്ധ എത്താത്ത രീതിയിൽ അവിടെ തൊട്ടടുത്ത ഏരിയാസ് ഒക്കെ സ്ക്രീനുകൾ ഉപയോഗിച്ച് മറച്ചിരിക്കുക.
അല്ലെങ്കിൽ അങ്ങനെ കാണപ്പെടുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ ഒരു സ്ക്രീനുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മറകൾ വെച്ചിട്ട് അതൊന്നും മറക്കുക എന്നുള്ളതാണ് കേട്ടോ. Then we can exit to secondary road or parking area. ഇനി ഇവിടെ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് മെയിൻ എൻട്രൻസിലൂടെ അല്ല ഇതിന്റെ പാസേജ് നടക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ ഒന്നില്ലെങ്കിൽ സെക്കൻഡറി റോഡ് അല്ലെങ്കിൽ മറ്റൊരു എൻട്രൻസ് അല്ലെങ്കിൽ എക്സിറ്റ് പോയിന്റ് ഇതിലുണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു മെയിൻ എൻട്രൻസിലൂടെ ഇത് പോവാൻ പറയുന്നൊന്നും വേണ്ട. ആ ഒരു ഇതിന് മോർച്ചറിക്ക് വേണ്ടിയിട്ടും പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതുവഴി കയറുകയും അതുവഴി തന്നെ തിരിച്ച് പോവുകയും ചെയ്യും. അപ്പൊ ആ മെയിൻ റോഡ് ആയിരിക്കില്ല ചിലപ്പോ ഈ ഒരു ഗേറ്റ് തുറന്നു വരുന്നത്, ഒരു സെക്കൻഡറി റോഡ് ആയിരിക്കും അല്ലെ. ആ ഒരു സെക്കൻഡറി റോഡിലോട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലോട്ടോ ആയിരിക്കണം ഈ ഒരു വാഹനങ്ങൾ അവിടെ നിന്ന് പോകാനായിട്ട്. ഇപ്പൊ ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ആ പാർക്കിംഗ് ഏരിയയിൽ അവർക്ക് വെയിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡീസുമായി ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ എക്സിറ്റ് വഴി എന്ത് ചെയ്യാം, സെക്കൻഡറി റോഡിലൂടെ അവർക്ക് എവിടേക്കാണ് പോവേണ്ടത് അവിടേക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയ ഫങ്ഷണൽ ഏരിയയില് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. എന്താണ് കവേർഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് വേണം, ഒരു വിശാലമായിട്ടുള്ള ഒരു ആംബിൾ പാർക്കിംഗ് സൗകര്യം വേണം. അതോടൊപ്പം തന്നെ കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം. എത്ര മീറ്റർ സ്ക്വയർ ആണ്? 18 മീറ്റർ സ്ക്വയർ ഏരിയ കവേർഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. എന്തിനു വേണ്ടിയാ? വാഹനങ്ങൾ ഈ ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂമിന്റെ അടുത്തേക്ക് എത്താനും ആ ബോഡി സുരക്ഷിതമായിട്ട് നമ്മുടെ ആ ഒരു വാഹനത്തിൽ കയറ്റാനും അല്ലെങ്കിൽ തിരിച്ചു വാഹനത്തിൽ നിന്ന് അവിടേക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് നല്ല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് വെറ്റ് വെതർ നനഞ്ഞ കാലാവസ്ഥയിൽ നിന്നും ആ ഒരു ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിന് സൗകര്യത്തിനുള്ള രീതിയിൽ കവർ ചെയ്തിരിക്കണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തൊട്ടടുത്ത ഏരിയയുമായി ബന്ധപ്പെട്ട ഏരിയാസ് എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്ത് അല്ലെങ്കിൽ മറച്ചിരിക്കുക. ആൻഡ് വി കാൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് ഓർ പാർക്കിംഗ് ഏരിയ. അതുപോലെ ആ ഒരു എക്സിറ്റ് എന്ന് പറയുന്നത് തിരിച്ചു പോകേണ്ടതായിട്ടുള്ളത് മറ്റൊരു സെപ്പറേറ്റ് എക്സിറ്റ് ഉണ്ടായിരിക്കണം. അതിന് സെക്കൻഡറി റോഡിലോട്ടായിരിക്കും ചിലപ്പോൾ അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻട്രൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഏതിലോട്ടാണോ അവിടെ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു എക്സിറ്റ് അല്ലെങ്കിൽ എൻട്രി പോയിന്റ് ഉണ്ടായിരിക്കണം. മെയിൻ എൻട്രൻസ് മാറ്റി, മെയിൻ എൻട്രൻസിലൂടെ അല്ലാതെ ഈ മോർച്ചറി ഏരിയയുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് എൻട്രൻസ് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കണം. കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് റിസപ്ഷൻ അല്ലെ. റിസപ്ഷൻ നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും റിസപ്ഷൻസ് ഉണ്ട്. ഇവിടെ മോർച്ചറിയുമായി ബന്ധപ്പെട്ടും റിസപ്ഷൻ ഉണ്ട്. ദ പ്ലേസ് where bodies are observed and documents examined, it should be easily reachable and approachable. ഇനി ഇവിടെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? the place where bodies are observed, വരുന്ന ഡെഡ് ബോഡീസ് എന്തെങ്കിലും മൃതശരീരങ്ങളെ നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള രേഖകളൊക്കെ പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റിസപ്ഷന് വരുന്ന ഡ്യൂട്ടി. ഓക്കെ, വരുന്ന ആ ഒരു ഡെഡ് ബോഡീസിന് എന്ത് ചെയ്യുക, നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഡെഡ് ബോഡീസിനുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ രേഖകളും പരിശോധിക്കുക എന്നുള്ളതാണ് റിസപ്ഷന്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. Then it should be easily reachable and approachable. ഇത് പെട്ടെന്ന് നമുക്ക് റീച്ചബിൾ ആണ്, ഈസിലി റീച്ചബിൾ ആണ്. പെട്ടെന്ന് എന്താണ് അതുമായിട്ട് അതിനോട് എത്തിപ്പെടാൻ അല്ലെങ്കിൽ റീച്ചബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അപ്രോച്ചബിൾ ആയിരിക്കണം, പെട്ടെന്ന് സമീപിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് എത്തിച്ചേരാവുന്നതുമായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം റിസപ്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ റിസപ്ഷൻ എന്താണ്, ഈ ഒരു മോർച്ചറിയുടെ ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. ആ ഒരു റൂമുകള് എപ്പോഴും കാണുന്ന രീതിയിൽ അല്ലെ, ആ ഒരു മോർച്ചറിയിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണാവുന്ന ഒരു ഏരിയയിലായിരിക്കണം. അത് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാനും അതുപോലെ തന്നെ പെട്ടെന്ന് സമീപിക്കാനും പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കണം റിസപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ വരുന്ന ഡെഡ് ബോഡീസ് ഒക്കെ എന്ത് ചെയ്യാൻ നിരീക്ഷിക്കുക, അതുപോലെ തന്നെ എല്ലാ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രേഖകളും പരിശോധിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, ട്രോളി ബേ. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ദ പ്രോപ്പർ സ്പേസ് നീഡഡ് ഫോർ ട്രോളി ബേ ഈസ് 3 മീറ്റർ സ്ക്വയർ. ഒരു മോർച്ചറി ഏരിയയില് ട്രോളി ബേ അല്ലെങ്കിൽ ട്രോളീസിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ശരിയായ സ്പേസ് എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ ആണ്? 3 മീറ്റർ സ്ക്വയർ ആണ്. ആ ഒരു 3 മീറ്റർ സ്ക്വയർ ട്രോളി ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു സ്പേസ് അവിടെ കൊടുത്തിരിക്കണം. ദ ട്രോളി ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ചോദിക്കാറുണ്ട് കേട്ടോ, ട്രോളി മോർച്ചറിയിൽ ട്രോളി എന്തിനാ യൂസ് ചെയ്യുന്നത്? ട്രോളി ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ഡെഡ് ബോഡി കൈമാറ്റം ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് അല്ലെ, ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്
ട്രോളി ബേ അല്ലെങ്കിൽ ട്രോളീസ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. ഇത് ആരുടെ പരിധിയിലായിരിക്കണം എന്നാണ് പറയുന്നത്? റിസപ്ഷന്റെ പരിധിയിലായിരിക്കണം, റിസപ്ഷനുമായി ബന്ധപ്പെട്ടായിരിക്കണം ഇതുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. റിസപ്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസപ്ഷൻ വിളിക്കുമ്പോൾ തന്നെ എത്താൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ പെട്ടെന്ന് വരുന്ന എല്ലാ എൻട്രിയും എക്സിറ്റും ഒക്കെ വരുന്നത് റിസപ്ഷൻ ഏരിയയിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പുതിയ ഡെഡ് ബോഡീസ് വരികയാണെങ്കിൽ അത് അകത്തേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ എന്തെങ്കിലും അവിടുന്ന് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് റിസപ്ഷന്റെ അവിടെ നിന്നാണ് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ റിസപ്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസപ്ഷന്റെ പരിധിയിലാണ് ട്രോളീസ് നിൽക്കുന്നത്. അപ്പൊ ട്രോളി എന്ന് പറയുന്നത് അതിന്റെ സ്പേസ് എത്രയാണ്? 3 മീറ്റർ സ്ക്വയർ ഏരിയ. അതിന് വേണ്ടിയിട്ട് ഒരു ശരിയായ പ്രോപ്പർ സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യാം? ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഉപകരണമാണ് ട്രോളി അല്ലെങ്കിൽ ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കിയേ, വെയിറ്റിംഗ് ഏരിയ. എന്താണ് വെയിറ്റിംഗ് ഏരിയ? കാത്തിരിപ്പ് സ്ഥലം അല്ലെ. ഈ വെയിറ്റിംഗ് റൂം ഫോർ 15 മീറ്റർ സ്ക്വയർ. അവിടെ എത്രയാണ് സ്പേസ് വേണ്ടത്? 15 മീറ്റർ സ്ക്വയർ ഏരിയ ആയിരിക്കണം വെയിറ്റിംഗ് റൂമിൽ അല്ലെങ്കിൽ കാത്തിരിപ്പിന് വേണ്ടിയിട്ട് സ്ഥലമായിട്ട് വേണ്ടത്. ഈ സജസ്റ്റഡ് ഫോർ ദ എൻട്രി ടു വിസിറ്റേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? അവിടെ വരുന്ന സന്ദർശകർക്കും അവരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിലേറ്റീവ്സിനും, ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദർശകർക്കും റിലേറ്റീവ്സിനും ബന്ധുക്കൾക്കൊക്കെ അവിടേക്ക് എൻട്രി ചെയ്യാനും അവിടെ കാത്തിരിക്കാനും വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പ് സ്ഥലം, ഒരു വെയിറ്റിംഗ് റൂം 15 മീറ്റർ സ്ക്വയറിൽ ഒരു വെയിറ്റിംഗ് റൂമും ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ 4 എണ്ണം മനസ്സിലായോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയിട്ട് 4 എണ്ണത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഫസ്റ്റ് വൺ ആണോ? ഓക്കെ, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ വേണം ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. പാർക്കിംഗ് ഏരിയ ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. രണ്ടാമതായി പറയുന്നത് ഈ പാർക്കിംഗ് ഏരിയ വരുന്ന ഇപ്പൊ ഇവിടെ വരുന്ന ഓരോ വാഹനങ്ങളും ഉണ്ടല്ലോ, ആ വാഹനങ്ങൾ ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൂം, ആ റൂമിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യണം? ഈ വാഹനത്തിനുള്ളിലേക്ക് ഡെഡ് ബോഡീസ് കയറ്റണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂം എവിടെയാണോ അവിടേക്ക് ആ വാഹനങ്ങൾ എത്താനായിട്ട് ആ ഒരു ഏരിയ, ആ വാഹനങ്ങൾ എത്തുന്ന ആ ഒരു എൻട്രൻസ്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കവർ ചെയ്തിരിക്കണം, മറച്ചിരിക്കണം. മുകളിൽ നമ്മുടെ ഷീറ്റുകൾ പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കവർ ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വെറ്റായിട്ടുള്ള വെതർ അല്ലെങ്കിൽ നനഞ്ഞ കാലാവസ്ഥകൾ, ഇപ്പൊ മഴ പോലെയുള്ളതൊക്കെ വരികയാണെങ്കിൽ ഈ ഡെഡ് ബോഡീസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വണ്ടിയിലോട്ട് കയറ്റുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വാഹനത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോഴോ ഒക്കെ ആ ഒരു നനഞ്ഞ കാലാവസ്ഥ അല്ലെങ്കിൽ മഴയാണെങ്കിൽ അത് നനയാനും അത് അതിന്റെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പോവാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ മഴ നനയാൻ അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള നനഞ്ഞ കാലാവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിനൊക്കെ നിന്നൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു വാഹനങ്ങൾ ആ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത ഏരിയയിൽ നിന്നും ഈ വാഹനങ്ങളിലേക്ക് ഡെഡ് ബോഡീസ് കയറ്റുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചാവുമ്പോഴോ ഒക്കെ അതിനെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ കവർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് ആ ഒരു ഏരിയ. അതുപോലെ തന്നെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ഏരിയാസിൽ ആളുകൾ വന്നു പോകുന്ന ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു നോട്ടം എത്താത്ത രീതിയിൽ ആ ഒരു ഏരിയാസ് ഹൈറ്റ് കുറവില്ല അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു അഡ്ജസ്റ്റന്റ് ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യുക, സ്ക്രീനുകൾ കൊണ്ട് ഒന്ന് മറയ്ക്കുക. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി റോഡ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ് ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണം. അപ്പൊ ആ ഒരു മെയിൻ എൻട്രൻസിലൂടെ അല്ല ഇതിന്റെ കടന്നു വരവും പോകും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡെഡ് ബോഡീസ് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ കൊണ്ടുപോകണമെങ്കിലോ ഒക്കെ ഒരു സെക്കൻഡറി റോഡിലോട്ടുള്ള ഒരു എൻട്രൻസ് ഉറപ്പുവരുത്തുക. മെയിൻ റോഡിലായിരിക്കുമല്ലോ അതിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പൊ അവിടെ നിന്നും ഒരു സെക്കൻഡറി റോഡിലോട്ടുള്ള ഒരു എൻട്രൻസ് എക്സിറ്റ് പോയിന്റുകൾ ഇടുകയും അതുവഴി കൊണ്ടുവരികയും തിരിച്ചു പോവുകയും ചെയ്യുക. അപ്പൊ അതൊന്നില്ലെങ്കിൽ അത് സെക്കൻഡറി റോഡിലോട്ടായിരിക്കും അത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഡെഡ് ബോഡിയുടെ എന്തെങ്കിലും പ്രൊസീജിയർ കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് അതിനെ പാർക്കിംഗ് ഏരിയയിൽ ആ വാഹനം കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാവുന്നതാണ്. കിട്ടിയോ ഫസ്റ്റ് പോയിന്റ്? സ്വാതിയാണോ ചോദിച്ചത്? ഓക്കെ, നെക്സ്റ്റ് നോക്കി,
സ്റ്റോറേജ് ചേംബർ. അടുത്തൊരു അഞ്ചാമത്തതാണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റോറേജ് ചേംബറിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഈ സ്റ്റോറേജ് ചേംബറിലാണ് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നത്. അത് രണ്ട് ടൈപ്പ് ആയിട്ട് ഈ ഒരു കോൾഡ് ചേംബേഴ്സ് ആണ് അല്ലെ. എന്താണ് കോൾഡ് ചേംബേഴ്സ് അല്ലേ, അവിടെ ചൂടല്ല, എന്നാൽ എന്താണ് അവിടെ ആ ഒരു ടെമ്പറേച്ചർ എപ്പോഴും കുറവാണ് വരാറ്. അപ്പൊ അങ്ങനെയുള്ള കോൾഡ് ചേംബേഴ്സ്, മോർച്ചറിയിലുള്ള കോൾഡ് ചേംബേഴ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 types ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ്. അവിടെയാണ് മൃതദേഹങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ. അതായത് രണ്ടും വ്യത്യാസമൊന്നുമില്ല, അതില് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ നെഗറ്റീവായി, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവായി, അതാണ് അവിടെ വ്യത്യാസം കേട്ടോ. അപ്പൊ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, പോസിറ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ എപ്പോഴും അവിടെ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അത് മൈനസ് ആയി, നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിലോട്ട് മാറിയിരിക്കുന്നു. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ പ്രധാനമായിട്ടും ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees Celsius ആൻഡ് 4 degrees Celsius. എത്രയാണ് അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ലേ കാണുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടൊരു ടെമ്പറേച്ചർ അല്ലേ. നെഗറ്റീവ് ടെമ്പറേച്ചർ ആണ് അവിടെ കാണുന്നത് 2 degrees Celsius ആൻഡ് 4 degrees Celsius എന്ന് പറയുന്നത്. എത്രയും ആവുമ്പോഴാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ ആവുക, എത്രയിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ്. അറിയില്ലേ, നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തുടങ്ങി പോസിറ്റീവ് വരിക അല്ലെങ്കിൽ നെഗറ്റീവ് ഇന്നതാണ്, ഇത്ര നമ്പേഴ്സ് ആണ് നെഗറ്റീവ് എന്ന് പറയാൻ. അതെ, 0യിൽ നിന്ന് മുകളിലേക്ക് വരാണെങ്കിൽ അത് പോസിറ്റീവും 0യിൽ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ ആ നമ്പേഴ്സ് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ 2 degrees Celsius, 4 degree, 2ഉം 4 ഒക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞു നോക്കിയേ. 2 degree and 4 degree എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ്. അത്രയാണ് വ്യത്യാസം. അല്ലാതെ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 2 degree and 4 degree Celsiusന് ഇടയിലായിട്ട് ടെമ്പറേച്ചറിൽ, ആ ഒരു ടെമ്പറേച്ചറിന് ഇടയിലായിട്ട് ബോഡീസ് എന്ത് ചെയ്യുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. While this is usually used for keeping bodies for up to several weeks, അതായത് കുറച്ച് ആഴ്ചകള് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെമ്പറേച്ചറിൽ ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഇത് എന്ത് ചെയ്യുന്നില്ല, ഡീകേ അല്ലെങ്കിൽ അത് ആ ഒരു ക്ഷയം അല്ലെ, നമ്മൾ ആ ഒരു ബോഡി ഡികമ്പോസിഷൻ നടക്കും അല്ലെ, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡികമ്പോസ് ആയി പോകും അല്ലെങ്കിൽ ഡീകേ ആയി പോകും. അപ്പൊ അങ്ങനെ ക്ഷയം നടക്കുന്നത് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ വെച്ചാൽ ഒരിക്കലും അത് ആ ഒരു ക്ഷയിച്ചു പോകുന്നതിനെ തടയില്ല. മറിച്ച് എന്താണ്, വിച്ച് കണ്ടിന്യൂസ് അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഒരു റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വെക്കുമ്പോ അതെങ്ങനെയാണ്, അവിടെ പെട്ടെന്ന് ഡികമ്പോസിഷൻ നടക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഡെഡ് ബോഡി റൂം ടെമ്പറേച്ചറിൽ, നോർമൽ ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ നടക്കും. എന്നാൽ അത്രയും ആ ഒരു ഹയർ റേറ്റില് ഇത് ഉണ്ടാവില്ല എന്ന് മാത്രം. ഇവിടെ ആ ഒരു 2 to 4 degrees Celsiusന് ഇടയിൽ ഇങ്ങനെ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ആ ഒരു റേറ്റ്, ഡീകേ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഡികമ്പോസിഷൻ നടക്കിന്റെ ആ ഒരു റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതാണ് വിച്ച് കണ്ടെയ്ൻസ് അറ്റ് എ സ്ലോവർ റേറ്റ്. സ്ലോവർ റേറ്റിലാണ് നടക്കുക, എന്നാൽ പോലും അവിടെ ഡീകേ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് തടയുന്നില്ല. കിട്ടിയോ? പോസിറ്റീവ് ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് 2 degree to 4 degree Celsiusനും ഇടയിലായിട്ട് ബോഡീസ് എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി while this is usually used for keeping bodies for up to several weeks, കുറച്ച് ആഴ്ചകൾ, ഒത്തിരി നാളൊന്നും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ആഴ്ചകൾ മാത്രം നമുക്ക് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡീസ് സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. കിട്ടിയോ? Then it does not prevent decay. ഇത് ഡീകേ ആവുന്നത് തടയുന്നില്ല, മറിച്ച് അതിന്റെ ആ ഒരു റേറ്റ്, അതായത് നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ എങ്ങനെയാണോ അത്രയും എമൗണ്ട് ഉണ്ടാവുന്നില്ല, എന്നാൽ പോലും അതിനും കുറച്ചുകൂടി സ്ലോവർ റേറ്റിൽ ഇവിടെ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ അടുത്തത് ക്ലിയർ ആയോ? അടുത്ത ദിവസം വരുമ്പോ എല്ലാവരും ഇതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഇന്നെടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ബാക്കി പറയുമ്പോ നമുക്ക് എന്നാലേ കണ്ടിന്യൂ ചെയ്യുമ്പോ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു.